+1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും രണ്ടാമത് ഉള്ള ഒരു ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ ട്രാൻസ്ഫറിനകത്ത് ആദ്യ ഓപ്ഷനിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ട്രാൻസ്ഫറിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ: ആദ്യ അലോട്ട്മെന്റിൽ നേരത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചിട്ട് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ സ്വന്തം ജില്ലയിലേക്കും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലേക്കുമുള്ള ജില്ലാ തലത്തിലുള്ള ട്രാൻസ്ഫർ കൂടി ഇതിനകത്ത് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സാധാരണ നേരത്തെ നിങ്ങൾ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാൻഡിഡേറ്റ് ലോഗിനിലൂടെ സ്കൂൾ ട്രാൻസ്ഫറിന് അപ്ലൈ ഫോർ സ്കൂൾ ട്രാൻസ്ഫർ എന്നുള്ള കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം. നിങ്ങൾക്ക് സെയിം സ്കൂളിൽ തന്നെ മറ്റു കോമ്പിനേഷനുകളിലേക്ക് അപേക്ഷിക്കാം. കൂടാതെ മറ്റ് സ്കൂളുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ കോമ്പിനേഷനുകൾ മാറാൻ വേണ്ടി കഴിയും. അതുകൂടാതെ മറ്റ് സ്കൂളുകളിലേക്ക് മറ്റൊരു കോമ്പിനേഷനിലേക്ക് മാറാനും അപേക്ഷിക്കുവാനും ഈ ഘട്ടത്തിൽ കഴിയും. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ജൂലൈ 30 ഉച്ചയ്ക്ക് 2 മണിക്ക് അതിൻ്റെ ഒഴിവുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും സൈറ്റിനകത്ത്, ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ സൈറ്റിനകത്ത്. അതോടൊപ്പം തന്നെ സ്കൂൾ ഏകജാലക സൈറ്റിനകത്ത്. അതോടൊപ്പം തന്നെ ഈ 3 മണി മുതൽ ജൂലൈ ഡേറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ജൂലൈ 30 ഉച്ചക്ക് 3 മണി മുതൽ 31 4 മണി വരെ, വൈകുന്നേരം 4 മണി വരെ ട്രാൻസ്ഫറിന് വേണ്ട അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനിലൂടെയാണ് അപേക്ഷ. നിങ്ങൾ നേരത്തെ കൊടുത്ത ഓപ്ഷനുകൾ ഒന്നും ഇതിന് ബാധകമല്ല. പുതുതായിട്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാം. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വന്തം ജില്ലയിലുമാവാം, നിങ്ങൾക്ക് സമീപ ജില്ലകളിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നൽകാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. മറ്റൊരു കാര്യം, ഓപ്ഷൻ നൽകുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിലവിൽ ഒഴിവ് ഉള്ള സ്കൂളുകളിലേക്ക്, കോമ്പിനേഷനുകളിലേക്ക് മാത്രമല്ല നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കാവുന്നത്. ഒഴിവില്ലാത്ത സ്കൂളിനകത്തേക്കും കോഴ്സുകൾക്കകത്തേക്കും നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാം, ഓപ്ഷൻ നൽകാം. പക്ഷെ അവിടെ ഒഴിവ് വരുന്ന മുറക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് പ്രവേശനം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒഴിവ് എന്നുള്ളത് ഒരു കൃത്യമായിട്ട് ഇപ്പൊ സൈറ്റിനകത്ത് കാണിക്കുന്ന ഒഴിവുകളിലേക്ക് മാത്രമല്ല, മറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് സെയിം കോമ്പിനേഷനിൽ തന്നെ മറ്റ് സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് കോമ്പിനേഷനുകളിലേക്ക് ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലും അപേക്ഷിക്കാം, മറ്റ് സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് രണ്ടാമത്തെ ട്രാൻസ്ഫർ ആണ്. ഈ അഡ്മിഷൻ പ്രോസസ്സ് അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് ലഭിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഡേറ്റ് ഒന്നും കൂടി ഓർമ്മിക്കുക. ജൂലൈ 30 ഉച്ചക്ക് 3 മണി മുതൽ 31 4 മണി വരെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും.